സ്നേഹ ബഹുമാനപ്പെട്ട പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, ഈ കുടുംബത്തിൻ്റെ ഏലമ്മ ചേച്ചിയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏലി കുഞ്ഞമ്മയുമായ കുഞ്ഞമ്മയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, കുഞ്ഞമ്മയെക്കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഞങ്ങൾക്കുമൊക്കെ പറയുവാനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഏതാണ്ട് 92 വർഷക്കാലത്തോളം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നമ്മളോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഇന്ന് ഏലമ്മ ചേച്ചി പോയിരിക്കുകയാണ്. ഒരിക്കൽ 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു, നമ്മുടെ വല്യമ്മ ഇപ്പോൾ എവിടെയാണ്? വല്യമ്മ നേരത്തെ മരിച്ചു പോയതാണ്. 3 വയസ്സ് പ്രായമുള്ള കുട്ടി കണ്ടിട്ടില്ല. അപ്പോൾ ഈ അമ്മ ആ കൊച്ചിന് കൊടുത്ത മറുപടി വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഉത്തരമാണ്. അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, 3 വയസ്സുള്ള ആ കൊച്ചിനോട് പറഞ്ഞു, നമ്മുടെ വല്യമ്മ ഇപ്പോൾ ദൈവത്തിൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇന്ന് ദൈവത്തിൻ്റെ വീട്ടിൽ ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മെ സ്നേഹിച്ച് നമ്മൾ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഏലമ്മ ചേച്ചി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏലി കുഞ്ഞമ്മ മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ട് പോയി എങ്കിൽ തന്നെയും ഇന്ന് ദൈവത്തിൻ്റെ വീട്ടിൽ നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് കൂടി വസിക്കുകയാണ്. സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്, കർത്താവേ, നിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിൻ്റെ വിശുദ്ധഗിരിയിൽ ആരാണ് വിശ്രമിക്കുക? ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായി തന്നെ ഉത്തരവും നമ്മളതിൽ കാണുന്നുണ്ട്. കറകൂടാതെ ജീവിക്കുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയത്തിൽ സത്യമുള്ളവൻ, നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ, ഹൃദയ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്കും മാത്രമേ കർത്താവിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ വീട്ടിൽ വസിക്കുവാനും വിശ്രമിക്കുവാനും സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 92 വർഷക്കാലം നമ്മോടൊപ്പം ജീവിച്ച് അതിൽ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ഏതാണ്ട് 52 വർഷക്കാലത്തോളം ഈ അസൈല്യത്തിൽ, ഈ കുടുംബത്തിൽ നമ്മളോടെല്ലാവരോടും ഒന്നിച്ച് ജീവിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം,
40 വർഷത്തോളം സ്വന്തം ഭവനത്തിൽ ജീവിച്ചു. കുഞ്ഞമ്മയുടെ സ്നേഹവും ശുശ്രൂഷയും ലാളനയും സ്വീകരിക്കാത്തവർ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരും തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കൂടുതൽ സമയവും ഞാൻ അമ്മ വീട്ടിലാണ് പഠിച്ചതും അതുപോലെ താമസിച്ചതൊക്കെ. അവധി കിട്ടിയാൽ ഉടനെ തന്നെ അമ്മ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ഒരമ്മയുടെ, എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ കാണുകയും എന്നോട് പെരുമാറുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ അമ്മയെന്നൊക്കെ വിളിക്കും, ഏലിക്കുഞ്ഞമ്മയെന്ന് വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കും. അതുപോലെ മറ്റെല്ലാവരും തന്നെ ഏലിക്കുഞ്ഞമ്മ ഏലിക്കുഞ്ഞമ്മ. അവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയായിരുന്നു, അമ്മച്ചിയായിരുന്നു. കാരണം അത്രമാത്രം സ്നേഹം തന്നുകൊണ്ട്, പരിചരണം തന്നുകൊണ്ട്, ലാളിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം വളർത്തുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കാണിച്ച അമ്മച്ചിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായ ഏലിക്കുഞ്ഞമ്മ. അവിടെ നിന്ന് ഈ ഭവനത്തിൽ അംഗമായി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പല പ്രാവശ്യം ഏലിക്കുഞ്ഞമ്മയെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അംഗം എന്നതിനേക്കാൾ ഉപരിയായി ഈ കുടുംബത്തിൻ്റെ സ്വന്തമായി, ഈ കുടുംബത്തിൻ്റെ മകളായി ഇവിടെയുള്ള എല്ലാവരും കാണുകയും അതുപോലെ തന്നെ ശുശ്രൂഷിക്കുകയും ആ വലിയൊരു ആത്മീയ ബന്ധം ഇവിടെ ആഴങ്ങളിൽ നിലനിർത്തുന്നതായി എനിക്കും അതോടൊപ്പം തന്നെ മറ്റു യഥാസമയങ്ങളിൽ ഇവിടെ സന്ദർശനത്തിനായി കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും അനുഭവിക്കാനായി സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ അനുഭവം മാത്രമല്ല, ഈ സെന്റ് തോമസ് അസൈല്യത്തിലെ അംഗങ്ങളായി വന്ന് ചേർന്നിട്ടുള്ള എല്ലാവരുടെയും ജീവചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ, അല്ല ജീവിത അനുഭവം പരിശോധിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഉപരിയായി അതിൻ്റെ 4 മടങ്ങ് ഇരട്ടിയായിട്ടുള്ള സംരക്ഷണം, സുരക്ഷിതത്വം, സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ, ഒരുമ, കൂട്ടായ്മ, പ്രാർത്ഥന, ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ളതായ ഒരു വലിയ ശുശ്രൂഷ ഇവിടെ എല്ലാവർക്കും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നും ചിരിയും കളിയും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും, നിൻ്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും. കറകൂടാതെ ജീവിക്കുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയത്തിൽ സത്യമുള്ളവൻ, നാവ് കൊണ്ട് വഞ്ചിക്കാതെ. ഇവിടെ അംഗങ്ങളായി ഈ ഭവനത്തിൽ കഴിയുന്നവരെല്ലാം ഏക മനസ്സോടെ, ഏക ചിന്തയോടുകൂടി, ഹൃദയ വിശുദ്ധിയോടുകൂടി, ഹൃദയ നൈർമല്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു വലിയ ദൈവിക അനുഭവം തുളുമ്പി നിൽക്കുന്ന ഒരു ഭവനമാണ് ഇതെന്ന് പറയുന്നതിന് യാതൊരു സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ്. കളിതമാശകളൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കും. എപ്പോഴും വളരെ ലളിതമായ രീതിയിലുള്ള സംഭാഷണവും ശൈലികളുമൊക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ അത് നിഷ്കളങ്ക മനോഭാവം ഉള്ളത് കൊണ്ടാണ്. ആ വിധത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും
രൂപപ്പെടുത്തിയെടുക്കുവാൻ, അവരെ മെനഞ്ഞെടുക്കുവാൻ, ആ ജീവിത ചിട്ടയിലൂടെ വിശുദ്ധിയിലൂടെ അവരെ ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സെൻറ്റ് ജോസഫ് സമൂഹം ഒന്നാകുകയാണ്. സെൻറ്റ് ജോസഫ് സമൂഹത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ലവ് ആൻഡ് ഷെയർ, സ്നേഹിച്ചുകൊണ്ട് സേവിക്കുക. ലവ് ആൻഡ് ഷെയർ വേണം. അത് നമുക്ക് ഇവിടെ മാത്രമല്ല, സെൻറ്റ് ജോസഫ് സന്യാസ സമൂഹം നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിൽ ഞാൻ മിക്കവാറും തന്നെ 90% സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് ഇത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. മടുപ്പ് കൂടാതെ, ബുദ്ധിമുട്ട് കൂടാതെ, പ്രയാസം കൂടാതെ, നിരാശ കൂടാതെ ഇത്രയും മഹത്തരമായിട്ടുള്ള ഈ ശുശ്രൂഷ, അംഗവൈകല്യങ്ങളും മറ്റു പല ധാരാളം കുറവുകളുമുള്ള പ്രിയപ്പെട്ട മക്കളാണ് ഈ ഭവനത്തിൽ നിങ്ങളോടൊപ്പം കഴിയുന്നത്. അവരെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ മടുപ്പൊന്നും കൂടാതെ കൊണ്ട് ഓരോ ദിവസവും ചെല്ലും തോറും എന്നും അവരുടെ മുഖങ്ങളിൽ ആനന്ദവും സന്തോഷവും കളിയും ചിരിയുമൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സെൻറ്റ് ജോസഫ് ഹോമിൽ നമ്മുടെ ഗാന്ധിനഗറിലുള്ള അവിടെ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ മുഖത്ത് ഈ വിധത്തിലുള്ളതായ ഒരു സന്തോഷം കാണുമ്പോൾ ഇവിടെ ദൈവികമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. ദൈവികമായ ചൈതന്യം ഇവർക്ക് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ സാധിക്കുന്നു. കാരണം ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ശുശ്രൂഷയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ്റെ കീഴിലുള്ള ആതുരാലയങ്ങളിലും മറ്റ് ശുശ്രൂഷകളിലുമെല്ലാം ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞു വന്നത് ഞങ്ങളുടെ കുഞ്ഞമ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ 52 വർഷക്കാലം സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, വളരെ എന്താ പറയുക, സ്നേഹവും സമാധാനവുമൊക്കെ ആവോളം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാനും കൂടി പ്രയോജനപ്പെടുത്തുകയാണ്. കുഞ്ഞമ്മ രോഗിയായിട്ട് പലപ്പോഴും പല ആശുപത്രികളിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എവിടെ, ഏത് ആശുപത്രിയിൽ ഏത് ഡോക്ടറെ കാണിച്ചാലാണ് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്, സുഖപ്പെടുത്താൻ സാധിക്കുന്നത് എന്നിങ്ങനെ കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വലിയ സേവന ശുശ്രൂഷയുള്ള സിസ്റ്റേഴ്സിനെ എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് സ്വന്തമാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ മൂത്ത ചേച്ചിയാണ് എന്നുള്ള ആ ധാരണയോടുകൂടി. കാലിലൊരു ചെറിയ മുറിവുണ്ട്, ഷുഗറുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്താൽ കരിവില്ല. അപ്പോൾ ഇത് എങ്ങനെ കരിച്ചെടുക്കാമെന്ന് സാധിക്കുന്നതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ പലരോടും ചോദിച്ച് മനസ്സിലാക്കി ആ ഡോക്ടറെ പോയി കണ്ടാൽ, ആ ആശുപത്രിയിൽ ചെന്ന് കണ്ടാൽ കാര്യങ്ങൾ ശരിയാകുമെന്ന് പറയാം. ഉടനെ അങ്ങോട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ കുറവില്ലാതെ വരും. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കേട്ടുകേൾവി എവിടെയെങ്കിലും ഉണ്ടായാൽ ഉടനെ അങ്ങോട്ട് കൊടുക്കും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുവാൻ, ദിനരാത്രങ്ങൾ ഉറക്കളിച്ച് കുഞ്ഞമ്മയ്ക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന് കുടുംബാംഗങ്ങളുടെ പേരിൽ, ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിൽ വലിയ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആശുപത്രിയിലൊക്കെ പല സ്ഥലങ്ങളും ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഏത് ആശുപത്രിയാണെങ്കിലും അവിടെയൊക്കെ നല്ലൊരു സംരക്ഷണം, ശുശ്രൂഷ, സേവനം ഒക്കെ കൊടുത്ത് വലിയൊരു പ്രവർത്തനം നിങ്ങൾക്ക് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ളതായ ശുശ്രൂഷകളും ഏറ്റുവാങ്ങിക്കൊണ്ട്, എല്ലാവിധത്തിലുള്ളതായ സംരക്ഷണവും സ്വീകരിച്ചുകൊണ്ട്, സ്നേഹവും സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് കുഞ്ഞമ്മ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വീട്ടിലേക്ക് യാത്രയായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്കിവിടെയുള്ള പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന
ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ ഈ 52 വർഷക്കാലം കൊണ്ട് ഉണ്ടായിരുന്ന ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്നെ കാണുമ്പോൾ ഏലമ്മ ചേച്ചിയുടെ വിവരങ്ങൾ എന്നോട് പറയും, ഒക്കെ എന്നോട് പറയാറുണ്ട് പലപ്പോഴൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്തുമാത്രം കരുതലോടുകൂടി അത് കാണുകയും അതുപോലെ തന്നെ ആ കുടുംബ ബന്ധങ്ങൾ കൂടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇടപെടുന്നത്. നമ്മളിപ്പോഴും ഫോണില്ല, ഫോൺ എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്വന്തം ഫോൺ വിളിച്ചിട്ട് കണ്ടു കൊടുക്കും, വർത്താനം പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് എനിക്കതൊരു വല്ലാത്തൊരു ഫീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരല്ലാത്ത കുടുംബ ബന്ധം. അതുപോലെ തന്നെ മറ്റൊരു സംഗതി, ഇവിടെ ആരെങ്കിലും കാണാനായിട്ട് ആരെങ്കിലുമൊക്കെ എത്ര പ്രാവശ്യം എപ്പോഴൊക്കെ വന്നാലും പോലും അവരെയൊക്കെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ, ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ആ ഒരു സ്വീകരണ മനോഭാവം, ഒരു ആതിഥ്യ മനോഭാവം ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറി വന്ന് കാണാനും പറയാനും ചോദിക്കാനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു കുടുംബത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ഇവിടെ നിങ്ങൾക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കോൺഗ്രിഗേഷൻ്റെ ദൈവദാസനായ ഉദത്തിൽ തൊമ്മിയച്ഛൻ്റെ പ്രത്യേകമായ കൃപയും അനുഗ്രഹവും നമ്മുടെ ഈ കുടുംബാംഗത്തിന് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇനിയും ധാരാളമായിട്ട് ലഭിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ വളരെ മനോഹരമായി ദൈവസന്നദ്ധിയിൽ ദൈവകൃപയിൽ സമൃദ്ധമാക്കുവാനുള്ള അവസരം ധാരാളമായി ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിലൊരു നന്ദിയുടെ ഒരു വാക്കും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്പം പോയി കുഞ്ഞമ്മ ഇവിടെ ആയിരുന്ന കാലം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറലായിട്ടുള്ള എല്ലാവരും, അതുപോലെ തന്നെ കൗൺസിലേഴ്സായിട്ടുള്ള എല്ലാവരും, അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കുടുംബാംഗങ്ങളുടെ പേരിലുള്ളതായ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അവർക്ക് വേണ്ടി പറയുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഇപ്പം വരെയുള്ള സന്ദർഭങ്ങളിൽ ധാരാളം സിസ്റ്റേഴ്സ് ഇവിടെ സുപ്പീരിയേഴ്സായിട്ടും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുമൊക്കെ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയാതെ ശരിയല്ലല്ലോ എന്ന് ചിലപ്പം പറയും ഞാൻ വിട്ടുപോയി എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ്. ചിലരുടെയൊക്കെ പേരെടുത്ത് പറയേണ്ടത് തന്നെയാണ് അത്. പക്ഷേ ഇന്നല്ല മുതിർന്നില്ല എങ്കിലും ഇപ്പോൾ ഉള്ള സിസ്റ്റർ ഫ്രാൻസി എന്നെ കൂടെ എൻ്റെ നാട്ടുകാരത്തെയും കൂടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ അനക്കം ഉണ്ടെങ്കിൽ അന്നേരം എന്നെ വിളിച്ചിട്ട് പറയും, അച്ഛാ ഇന്നൊരു പ്രശ്നമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്നോട് ലൈവായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇത് നല്ല കാര്യമാണ്. അപ്പോൾ അതാണ് എല്ലാവരിലും ഒരു കരുതൽ കൊടുത്തുകൊണ്ടുള്ളതായ ഒരു പ്രത്യേകമായ സവിശേഷത ഫ്രാൻസിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയ, ബെറ്റ്സി, പിന്നെ ആഷ്ലി, ഐ ഡോണ്ട് നോ, ഇനി എല്ലാവരൊക്കെ വിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി ഇവിടെയുള്ള എല്ലാവരും ഞാൻ പറഞ്ഞു, ഈ അടുത്ത നാളിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇവരൊക്കെ എനിക്ക് എന്നോട് പരിചയമുള്ളതുകൊണ്ടായിരിക്കും നന്നായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. ഒരു ഹോം ഫീലിംഗ് എനിക്ക് പ്രത്യേകം. അതുകൊണ്ട് എപ്പോഴും വരാൻ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, വരാറുമുണ്ട് ഇവിടെ ദസ്തി. അപ്പോൾ നിങ്ങളെല്ലാവരും കാണിക്കുന്ന ആ കാണിച്ച വലിയ സ്നേഹത്തിനും ആ വലിയ ശുശ്രൂഷയ്ക്കും സേവനത്തിനുമൊക്കെ ഞങ്ങളുടെ കുഞ്ഞമ്മയോട് കാണിച്ച വലിയ സ്നേഹത്തിനൊക്കെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ളതായ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മദർ ജനറൽ ഇവിടെയില്ല, അനിത, ബഹുമാനപ്പെട്ട സിസ്റ്റർ അനിത ഡൽഹിക്ക് പോയിരിക്കുകയാണ്. പക്ഷേ വിളിച്ചെല്ലാം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കൗൺസിലേഴ്സ് ഇവരെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ പേരിലുള്ളതായ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ നേരുകയാണ്. നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സ്നേഹക്കൂട്ടായ്മ എന്നുമെന്നും ആഴങ്ങളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ശുശ്രൂഷ എന്നും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളതായി തീരുവാൻ, ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് അത് മനോഹരമാക്കി തീർക്കുവാൻ, അത് ശ്രേയസ്കരമാക്കി തീർക്കുവാൻ
ഉള്ള അനുഗ്രഹം ദൈവം ധാരാളമായി ഈ സമൂഹത്തിന് ലഭിക്കട്ടെ. ഇതിനുള്ള ആയുസ്സും ആരോഗ്യവുമൊക്കെ ഈ സന്യാസ സമൂഹത്തിലുള്ള പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അറിഞ്ഞും അറിയാതെയുമൊക്കെ എലമ്മ ചേച്ചിയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളുമൊക്കെ ധാരാളം ഉണ്ടാവും. അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പ് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഹൃദയ വിശുദ്ധിയോടുകൂടി എന്നും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പരിലസിക്കുന്ന മകളായി ദൈവത്തിൻ്റെ ഭവനത്തിൽ ജീവിക്കുവാനുള്ള, വസിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാവർക്കും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിലേക്ക് കൂടി പറയുന്നു. നമുക്ക് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം.